അമേരിക്കയിലെ സെപ്റ്റംബർ 11 ആക്രമണം, ലണ്ടനിലെ ട്യൂബ് സ്ഫോടനം, ഒപ്പം ലോകം മുഴുവൻ പലയിടങ്ങളിലായി നടന്ന, ഇന്ത്യയിലടക്കം പലതവണ നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങൾ, ഇതിനൊക്കെയുള്ള മറുപടി, അതിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുമെന്നാണ് ആദ്യഘട്ടങ്ങളിൽ പലപ്പോഴും പല ഭീകരാക്രമണങ്ങൾക്ക് ശേഷവും നമ്മൾ ക്ഷമ കൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമായി നിന്നിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒന്നടിച്ചാൽ രണ്ടല്ല, മൂന്നും നാലും അഞ്ചും അടിക്കേണ്ടി വരും, അടിച്ചിരിക്കുമെന്നുകൂടി പറയുകയാണ്. സമാധാനം ആഗ്രഹിക്കുമ്പോഴും ഇന്ത്യ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി. സുരക്ഷ മാത്രമല്ല, ഒരു ദയയുമില്ലാതെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്കുകൾ. അതായത് ഇനി ഒരു സംഭവം ഉണ്ടായാൽ ഭീകരരെന്നും പാകിസ്ഥാൻ സൈന്യമെന്നോ പാകിസ്ഥാൻ സർക്കാരോ എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഉണ്ടാവില്ല എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയത്. അവിടെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഭീകരരെന്നും പാകിസ്ഥാൻ സർക്കാരെന്നും പാകിസ്ഥാൻ സൈന്യവും എന്നുള്ള യാതൊരുവിധ ഒരു വ്യത്യാസവും ഞങ്ങൾ കാണുന്നില്ല. കണിശമായ തിരിച്ചടിയായിരിക്കും, യാതൊരു ദയവുമില്ലാതെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തുടർന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇനി ഈ ആണവായുധ ഭീഷണിയൊന്നും വെച്ച് പൊറപ്പിക്കില്ല എന്നുകൂടി പ്രധാനമന്ത്രി പറയുന്നുമുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് സന്ദേശം. പാകിസ്ഥാനെ തൽക്കാലം ഞങ്ങൾ വെറുതെ വിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ, അല്പസമയം മുമ്പ് പറഞ്ഞത്, ആ വെടിനിർത്തൽ എന്നുള്ളത് പെർമനന്റ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് സീസ് ഫയർ ഈസ് പെർമനന്റ് എന്നുള്ളതാണ്. ആ വെടിനിർത്തൽ സ്ഥിരമല്ല എന്ന് കൂടി പ്രധാനമന്ത്രി അവിടെ പറഞ്ഞു വെക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിയല്ല എന്ന് പരോക്ഷമായി തന്നെ പ്രധാനമന്ത്രി പറയുന്നു. തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് മാത്രം. പാകിസ്ഥാനെ ഞങ്ങൾ നിരീക്ഷിക്കുന്നു. ഇനി ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നാൽ, ഇനി ഒരു ഭീകര പ്രവർത്തനം അവിടെ നിന്ന് വന്നാൽ, അവിടെ ഭീകരരെന്നോ പാകിസ്ഥാൻ സൈന്യമെന്നോ പാകിസ്ഥാൻ സർക്കാരെന്നോ ഉള്ള യാതൊരുവിധ വേർതിരിവുമില്ലാതെ കൃത്യമായി യാതൊരു ദയയുമില്ലാതെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഭീകരതയുടെ യൂണിവേഴ്സിറ്റികളാണ് ബഹാൽപൂർ, മുരിക്കയും എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, അശക്തമായ വാക്കുകൾ കേൾക്കാം. पाकिस्तान के ड्रोन्स, पाकिस्तान की मिसाइलें भारत के सामने तिनके की तरह बिखर गई. भारत के सशक्त एयर डिफेंस सिस्टम ने उन्हें आसमान में ही नष्ट कर दिया. पाकिस्तान की तैयारी सीमा पर वार की थी, लेकिन भारत ने पाकिस्तान के सीने पर वार कर दिया. पाकिस्तान ने हमारे स्कूलों, कॉलेजों को, गुरुद्वारों को, मंदिरों को, सामान्य नागरिकों के घरों को निशाना बनाया. पाकिस्तान ने हमारे सैन्य ठिकानों को निशाना बनाया. लेकिन इसमें भी पाकिस्तान खुद बेनकाब हो गया. ബസന്ത് പാകിസ്ഥാൻ സേനയുടെ വാർത്താ സമ്മേളനമൊക്കെ കഴിഞ്ഞ രാത്രി കണ്ടതാണ്. തെറ്റായ ദൃശ്യങ്ങൾ, തെറ്റായ ശബ്ദങ്ങൾ ചേർത്തുകൊണ്ട് ഇതാണ് സത്യമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സേന. ഏത് രാജ്യത്തിൻ്റെ സേനയ്ക്കുമുണ്ട് ഒരു അഭിമാനം, പക്ഷേ അതുപോലും ഇല്ലാത്തൊരു സേന പാകിസ്ഥാൻ. അവിടുത്തെ പ്രതിരോധ മന്ത്രി പോലും ഞങ്ങളുടെ സേഫ് പൊസിഷനിൽ വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ സൈന്യം എങ്ങനെയാണ് വാർത്താ സമ്മേളനം നടത്തി തെളിവുകളടക്കം പുറത്തുവിടുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര ശക്തമായാണ് പാകിസ്ഥാനെ നമ്മൾ തിരിച്ചടി നൽകിയത്? പാകിസ്ഥാന്റെ നീചമായ പ്രവർത്തികൾ, നമ്മുടെ സാധാരണക്കാരെ അടക്കം ഉന്നം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മറുപടി പറയുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈന്യത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും വലിയ അന്തരം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാന് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വ്യോമസേന സേനാ വിഭാഗങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചതൊക്കെ ഈ പറഞ്ഞ പോലെ മോഫ് ചെയ്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത ചിത്രങ്ങളൊക്കെ തന്നെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ 26 സ്ഥലങ്ങൾ ആക്രമിച്ചു, വ്യോമസേനാ താവളങ്ങൾ തകർത്തു, പൂർണ്ണമായും തകർക്കപ്പെട്ട 2-3 ഉധംപൂർ പോലുള്ള സ്റ്റേഷനുകളുണ്ട് തുടങ്ങിയ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന സമയത്താണ് ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ന് വളരെ കൃത്യമായി തന്നെ അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് വളരെ കൃത്യമായി കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള വ്യോമസേനയുടെ താവളങ്ങൾ ഞങ്ങൾ തകർത്തു എന്ന് വളരെ കൃത്യമായി അവർ അടിവരയിട്ട് പറഞ്ഞത്.
കഴിഞ്ഞ തവണ ഒരു ദിവസം മുമ്പ് 6 വ്യോമസേനാ താവളങ്ങളാണ് തകർത്തതെന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ 5 താവളങ്ങൾ കൂടി തകർത്തിട്ടുണ്ട് എന്നവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്, അതായത് ഇന്നലെ പുലർച്ചെയോടുകൂടി. ഏതായാലും ഇരു സേനകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്നതാണ് പാകിസ്ഥാന്റെ സേന എന്ന്